And this is Sims Education Center Malappuram. This is a paper, English Common Paper, Lesson 7, Women and Ecology by Carolyn Merchant. About the author, Carolyn Merchant has been concerned with preservation of nature and liberation of women. The prescribed essay is taken from her book Ecology and the Scientific Revolution. Her other publications are Women and the Environment, Ecology, the Death of Nature and Women. ഇപ്പോൾ കാരോലിൻ മെർച്ചൻ്റ് ആണ് ഒരു എന്താ പറയുക അവർ ഒരു എന്താ പറയുക നേച്ചറിൻ്റെ സംരക്ഷകയും അതുപോലെ തന്നെ സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പം അവരുടെ എസ്സേ ആയിട്ടുള്ള എക്കോളജി ആൻഡ് ദ സയൻറ്റിഫിക് റെവല്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതർ പബ്ലിക്കേഷൻസ്, മറ്റുള്ള പബ്ലിക്കേഷൻസ് ആണ് വിമൻ ആൻഡ് ദ എൻവയോൺമെൻറ്റ്, ഇക്കോളജി, ദ ഡെത്ത് ഓഫ് നേച്ചർ ആൻഡ് വിമൻ. So, men and women should be joined together in maintaining environmental integrity. അപ്പോൾ എൻവയോൺമെൻറ്റിനെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. നേച്ചർ ഹാസ് ബീൻ അവർ നാച്ചുറിങ് മദർ. നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വളർത്തമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ എർത്ത് വാസ് സെൻട്രൽ ടു ദ ഓർഗാനിക് കോസ്മോളജി. നമ്മുടെ പ്രപഞ്ചഘടനാ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായ ഭൂമിയാണ്. The vision of ecology movement has been to restore balance of nature disrupted by industrialization. Industrialization മൂലം എന്താ പറയുക, ഈ അലങ്കോലപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു നേച്ചറിനെ റീസ്റ്റോർ ചെയ്യുക, നേച്ചറിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇക്കോളജി മൂവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. The contributions of scientists like Bacon, Harvey, ഡിസ്കാർട്സ്, ഹോബ്സ് ആൻഡ് ന്യൂട്ടൺ മസ്റ്റ് ബി റീവാലുവേറ്റഡ്. അപ്പോൾ നമ്മുടെ ബേക്കൻ്റെയും ഹാർവേയുടെയും ഡിസ്കാർട്സിൻ്റെയും ഹോബ്സിൻ്റെയും അതുപോലെ ന്യൂട്ടൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ റീവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. Let us look at the development of the internal content of science. The transition from the organism to the machine binds together the cosmos, society and self into a single cultural reality. The specific content of science is not determined by external factors. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ കണ്ടൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ട്രാൻസിഷൻ ഫ്രം ഇപ്പം ഓർഗാനിസത്തിൽ നിന്ന് മെഷീനിലേക്ക് വന്ന നമ്മുടെ പ്രപഞ്ചം, നമ്മുടെ സൊസൈറ്റി, അതിനൊരു സിംഗിൾ കൾച്ചറൽ റിയാലിറ്റിയിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പോൾ സയൻസിൻ്റെ സ്പെസിഫിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടല്ല. എക്കോളജി വിമൻസ് മൂവ്മെൻറ്റുമാണ് ഇനി പറയുന്നത്. പിന്നെ ഇതിലെ എസ്സേ ആണ്. Women and nature have an age-old association, affiliation and that has persisted throughout culture, language and history. ഇപ്പോൾ സ്ത്രീയും നേച്ചർ എന്ന് പറയുന്നത് മീൻസ് സംയോജിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ കൾച്ചറും ലാംഗ്വേജും ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാൽ അപ്പം their ancient interconnections have been dramatized by women liberation and the ecology movement. അപ്പോൾ അവരുടെ ആദ്യം തൊട്ടേയുള്ള ആ ഒരു കണക്ഷന് വിമൻ ലിബറേഷനും എക്കോളജി മൂവ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. വിമൻ ആർ സ്ട്രഗ്ലിംഗ് ടു ഫ്രീ ദംസെൽഫ് ഫ്രം കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ കൺസ്ട്രെയിൻ ദാറ്റ് ഹാവ് കെപ്റ്റ് ദം സബോർഡിനേറ്റ് ടു മെൻ ഇൻ അമേരിക്കൻ സൊസൈറ്റി. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ താഴേക്കിടയിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പണ്ട് ഉണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. Environmentalists are stressing the interconnectedness between people and nature. അപ്പോൾ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ പറയുന്നത് മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനെയാണ്. എൻവയോൺമെൻറ്റൽ ഇൻറ്റഗ്രിറ്റി വിൽ മീൻ ദ ഫുൾ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ടാലൻറ്റ്. ആൻഡ് അപ്പം ഈ എൻവയോൺമെൻറ്റൽ ഇൻറ്റഗ്രിറ്റി എന്താണ്, ഒരു മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ടാലൻറ്റിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. The concept of nature as a nurturing mother links women's history with the history of environment and ecological change. അപ്പം നേച്ചർ എന്ന് പറയുന്നത് നമ്മളെ വളർത്തമ്മയാണ്, നമ്മൾ നർച്ചർ ചെയ്യുന്ന നമ്മുടെ മാതാവാണ്. അപ്പോൾ വിമൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇക്കണോമിക്കൽ ചേഞ്ചിനനുസരിച്ചിട്ടാണ്. Women, the female earth was central to the organic cosmology which was undermined by the scientific revolution. അപ്പോൾ ഈ ഒരു ഓർഗാനിക് കോസ്മോളജി എന്ന് പറയുമ്പോൾ ഹിയർ എന്താ പറയുക, പ്രപഞ്ചശാസ്ത്രം എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു പ്രപഞ്ചശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭൂമി, ഫീമെയിൽ എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കോസ്മോളജിയുടെ സെൻട്രലാണ്.
അത് സയൻറ്റിഫിക് റെവല്യൂഷൻ മൂലമാണ് അണ്ടർമൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. With the rise of modern science, our cosmos was not viewed as an organism and became instead a machine. ഇപ്പോൾ നമ്മുടെ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നതിന് ഒരു ഓർഗാനിസം എന്ന നിലയിലല്ല കാണുന്നത്, ഒരു മെഷീനായിട്ടാണ് കാണുന്നത്. വിമൻസ് മൂവ്മെൻറ്റ് ആൻഡ് എക്കോളജി മൂവ്മെൻറ്റ് ആർ ക്രിട്ടിക്കൽ ഓഫ് ദ കോഡ്സ് ഓഫ് കോമ്പറ്റീഷൻ, അഗ്രഷൻ ആൻഡ് ഡോമിനേഷൻ. അപ്പം സ്ത്രീകളുടെ വിമൻസ് മൂവ്മെൻറ്റും എക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയണത് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു സമാധാന ലംഘനത്തിൻ്റെ ഒരു ഡോമിനേഷൻ്റെ ഒക്കെ ഒരു ഉദാഹരണമാണ്. എക്കോളജി ഹാസ് ബീൻ എ സബ്വേഴ്സീവ് സയൻസ് ഇൻ ഇറ്റ്സ് ക്രിറ്റിസിസം ഓഫ് അൺകൺട്രോൾഡ് ഗ്രോത്ത് അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റലിസം. അപ്പോൾ എക്കോളജി എന്താ പറയുക, സയൻസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മൂലം എന്താ പറയുക, മുതലാളിത്തത്തിൻ്റെ ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡെവലപ്മെൻറ്റ് മൂലം. എക്കോളജി മൂവ്മെൻറ്റ് ട്രൈസ് ടു റീസ്റ്റോർ ദ ബാലൻസ് ഓഫ് നേച്ചർ ഡിസ്റ്റർബ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ഓവർ പോപ്പുലേഷൻ. ഇപ്പോൾ ഇക്കോളജി എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷനും ഓവർ പോപ്പുലേഷൻ മൂലം നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടില്ലേ, അതിനെ റീസ്റ്റോർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്കോളജി മൂവ്മെൻറ്റ് പോയിൻറ്റ്സ് ഔട്ട് ദ അർജൻസി ഓഫ് കൺസർവേഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എക്കോളജി മൂവ്മെൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൺസർവ് ചെയ്യണം, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സിനെ റീസൈക്കിൾ ചെയ്യണം. കോൺട്രിബ്യൂഷൻ ഓഫ് സയൻറ്റിസ്റ്റ് ലൈക്ക് ഹാർവേ, ഡെസ്കാർട്ട്സ്, ഐസക് ന്യൂട്ടൺ മസ്റ്റ് ബി റിവാലുവേറ്റഡ്. അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മൾ റീവാലുവേറ്റ് ചെയ്യണം. ഇൻ ദ ട്രാൻസിഷൻ ഫ്രം ദ ഓർഗാനിസം ടു ദ മെഷീൻ വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സ് ഇൻവോൾവ്. ഇപ്പം ഓർഗാനിസത്തിൽ നിന്ന് മെഷീനിലേക്ക് എത്തിയിട്ടുള്ള സോഷ്യൽ ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സിനെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. Cultural norms and social ideologies form an important component of the conceptual framework of scientific problem. ഇപ്പോൾ കൾച്ചറൽ നോംസും സോഷ്യൽ ഐഡിയോളജീസും ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഈ ഒരു സയൻറ്റിഫിക് പ്രോബ്ലത്തിൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന് അതൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ്. Ecology and the women's movement have begun to challenge the values established between 1500 to 1700. ഇക്കോളജി വിമൻസ് മൂവ്മെൻറ്റും എന്താണ് ഈ 1500-1700 കാലഘട്ടങ്ങളിലെ വാല്യൂസിനെ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രീ മോഡേൺ വേൾഡ് മേ ബി വർത്തി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫോർ റീഇൻറ്റഗ്രേഷൻ ഇൻ ടു ടുഡേസ് ടുമാറോസ് സൊസൈറ്റി. അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ സൊസൈറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രീ മോഡേൺ വേൾഡ് വാല്യൂസ് അസോസിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഓർഗാനിക് കോസ്മോളജി എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതുപോലെ റിവാലുവേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് സെവറൽ സയൻറ്റിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ആൻസർ പാരഗ്രാഫ് 4 ആണ്. State whether the following statements are true or false. Women are struggling to free themselves from cultural and economic constraints. It is true. Organic cosmology can undermined by the scientific revolution. It is true. The ecology movement captured national attention on Earth by 1980. It is not true. It's false. Ecology movement has emphasized the need to live within the cycle of nature. It's true. The women's movement has not exposed the cause for all human beings of competition in the marketplace. It's false. The dominant metaphor of the scientific vision of life was machine. Ecology and women's movement make us go back to the pre-modern world. Women and nature have an age-old association. Then ecology has been a subversive science. Through dialectical interaction, science and culture develop as an organic whole. What is common to ecology and women's liberation? അപ്പോൾ എക്കോളജി ആൻഡ് വിമൻസ് റിലേഷനിലും കോമൺ ആയിട്ടുള്ള എന്താണ്? വിമൻ ആൻഡ് നാച്ചർ ഹാസ് ആൻ ഓൾഡ് അസോസിയേഷൻ അഫിലിയേഷൻ ദാറ്റ് ഹാസ് പെർസിസ്റ്റഡ് ത്രൂ ഔട്ട് കൾച്ചർ, language and history. Their ancient interconnections have been dramatized by the simultaneously of two recent social movements, women liberation and the ecology movement. അപ്പോൾ വിമനും നാച്ചറും എന്താണ് മീൻസ് ഓൾറെഡി അസോസിയേറ്റഡ് ആണ്. അതിൻ്റെ കൂടിച്ചേരലിന് നിർബന്ധിക്കുന്നത് കൾച്ചറിലൂടെയും ലാംഗ്വേജിലൂടെയും ഹിസ്റ്ററിയിലൂടെയാണ്. അവരുടെ ആൻഷ്യൻ്റ് ഇൻ്റർ കണക്ഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്തുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ്. വിമൻസ് ലിബറേഷനും അതുപോലെ തന്നെ എക്കോളജി മൂവ്മെൻറ്റും. വൈ വാസ് വിമൻ ഐഡൻറ്റിഫൈഡ് വിത്ത് നേച്ചർ? സ്ത്രീകളെ നേച്ചറുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ആൻഷ്യൻ ഐഡൻറ്റിറ്റി ഓഫ് നേച്ചർ ആസ് എ നാച്ചുറൽ മദർ ലിങ്ക്സ് വിമൻസ് ഹിസ്റ്ററി വിത്ത് ഹിസ്റ്ററി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിക്കൽ ചേഞ്ച്. അപ്പോൾ പണ്ടത്തെ ഒരു നേച്ചറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു നർച്ചറിങ് മദർ എന്ന ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ വിമൻസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഹിസ്റ്ററിയും എക്കോളജിക്കൽ ചേഞ്ചുമായിട്ട് കണക്റ്റഡ് ആണ്. The female earth was central to the organic cosmology that was undermined by the scientific revolution and rise of market-oriented culture in early modern Europe. അപ്പോൾ ഫീമെയിൽ എർത്ത് എന്ന് പറയുന്നത് ഓർഗാനിക് കോസ്മോളജിയുടെ സെൻറ്ററാണ്.
ഇതാണ് സയൻറ്റിഫിക് റെവല്യൂഷനൊക്കെയുള്ള കാരണം. അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് കൾച്ചറും ഏർലി മോഡേൺ യൂറോപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണവും ഇതാണ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് അവർ കറൻറ്റ് എൻവയോൺമെൻറ്റൽ ക്രൈസിസ്? ഇന്നത്തെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ക്രൈസിസിനുള്ള സോഴ്സസ് എന്താണെന്നാണ് പറയുന്നത്. എക്കോളജി ഓർ സ്റ്റഡി ഓഫ് എൻവയോൺമെൻറ്റ് ഹാവ് ബീൻ എ സബ്വേഴ്സീവ് സയൻസ് ആൻഡ് ഇൻ ഇറ്റ്സ് ക്രിറ്റിസിസം ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് അൺകൺട്രോൾഡ് ഗ്രോത്ത് അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റലിസം, ടെക്നോളജി ആൻഡ് പ്രോഗ്രസ്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ക്യാപിറ്റലിസം, മുതലാളിത്ത മനോഭാവം, അതുപോലെ ടെക്നോളജിയും പ്രോഗ്രസ്സുമാണ് എന്താ പറയുക ഈ ഒരു ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ക്രൈസിസിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. ദ വിഷൻ ഓഫ് ദ എക്കോളജി മൂവ്മെൻറ്റ് ഹാസ് ബീൻ ടു റീസ്റ്റോർ ദ ബാലൻസ് ഓഫ് നേച്ചർ ഡിസ്ട്രപ്റ്റഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഓവർ പോപ്പുലേഷൻ. അപ്പം നമ്മുടെ എക്കോളജി മൂവ്മെൻറ്റ് ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറിൻ്റെ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരിക, ഇൻഡസ്ട്രിയലൈസേഷനും ഓവർ പോപ്പുലേഷനും കാരണം ഇല്ലാതായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥ, ആ ഒരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹൗ ഡു സയൻസ് ആൻഡ് കൾച്ചർ ഡെവലപ്പ് as an organic whole? Culture norms and social ideologies along with the religious and philosophical assumptions form an important component of the conceptual framework brought to the study of a scientific problem. Through dialectical interaction, science and culture develop as an organic whole. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ഓർഗാനിക് ഹോളായിട്ട് വരുന്നത് സയൻസും കൾച്ചറും? കൾച്ചറൽ നോംസും സോഷ്യൽ ഐഡിയോളജീസും റിലീജിയസ് ഫിലോസഫിക്കൽ അസംഷനും വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന് മീൻസ് സയൻറ്റിഫിക് പ്രോബ്ലത്തിന് പഠിക്കാനുള്ള ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഡയലക്റ്റിക്കൽ ഇൻട്രാക്ഷനിലൂടെ സയൻസും കൾച്ചറും എന്താണ് ഒരു ഓർഗാനിക് ഹോളായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് വാസ് ദ വിമൻസ് മൂവ്മെൻറ്റ് എക്സ്പോസ്ഡ്? വിമൻസ് മൂവ്മെൻറ്റ് എന്താണ് എക്സ്പോസ് ചെയ്തത്? വിമൻസ് മൂവ്മെൻറ്റ് ഹാസ് എക്സ്പോർട്ട് ദ കോസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, ലോസ് ഓഫ് മീനിങ്ഫുൾ പ്രൊഡക്റ്റീവ് എക്കണോമിക് റോൾസ് ഫോർ വിമൻ ആൻഡ് നേച്ചുറൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് റിക്രിയേഷണൽ റിസോഴ്സസ്. അപ്പോൾ സ്ത്രീകളുടെ ഈ വിമൻസ് മൂവ്മെൻറ്റ് എന്താ എക്സ്പോസ് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് പ്ലേസിലുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മീനിങ്ഫുൾ പ്രൊഡക്റ്റീവ് എക്കണോമിക് റോള് കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ നേച്ചറിനെ ഒരു സൈക്കോളജിക്കൽ ക്രിയേഷണൽ റിസോഴ്സായിട്ട് കാണുക എന്നുള്ളത്. യൂസ് ഓഫ് ദ ഫോളോയിങ് ഫ്രേസസ് ആൻഡ് ഇഡിയംസ് in sentences of your own. Subordinate to, irreversible consequences of, based on, interest in, associated with, consequence of, as opposed to, on the cost of, the loss of, the fate of, dominant metaphor, an array of, along with, to talk on, transition form. അപ്പോൾ ഈ ഇഡിയംസ് ഒക്കെ നമ്മൾ സെൻറ്റൻസസിൽ യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.